ഈ കഥ കേൾക്കുമ്പോൾ ഇതൊരു പുരാണ കഥ പോലെ തോന്നാം. പക്ഷേ ഇതൊരു ശാസ്ത്ര സത്യമായ ചരിത്രമാണ്. നമസ്കാരം, കണ്ണാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ സ്റ്റോറി എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നുള്ളത് ഒരു കമൻറ്റ് ഇടാമോ? ഈ കഥ കേൾക്കുമ്പോൾ ഇതൊരു പുരാണ കഥ പോലെ തോന്നാം. പക്ഷേ ഇതൊരു ശാസ്ത്ര സത്യമായ ചരിത്രമാണ്. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ കഥ. ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹർഷി ചരകന്റെ കഥയാണിത്. സഞ്ചാരിയായ വൈദ്യൻ. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലം സങ്കൽപ്പിക്കുക. പുരാതന ഇന്ത്യയിലെ സിൽക്ക് റൂട്ടിൽ പൊടിപടലങ്ങൾ അടങ്ങുന്നു. കനിഷ്ക രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദാർശനികർക്കും രാജാക്കന്മാർക്കും ഇടയിൽ ഒരു മനുഷ്യൻ നടന്നുപോകുന്നു. സാമ്രാജ്യങ്ങളെക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു സ്വാധീനം ലോകത്തിന് നൽകിയ മനുഷ്യൻ. അദ്ദേഹമാണ് ചരകൻ. ചരകൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സഞ്ചാരി എന്നാണ്. അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചിരുന്നത് രോഗികളെ ചികിത്സിക്കാൻ മാത്രമല്ല, ജീവിതത്തിൻ്റെ സ്വഭാവത്തെ അടുത്തറിയാൻ കൂടിയായിരുന്നു എന്നാണ് ഐതിഹ്യം. അദ്ദേഹം ഒരു രോഗിയെ വെറും ഒരു വ്യക്തിയായിട്ടല്ല കണ്ടത്, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിട്ടാണ് കണ്ടത്. ഇന്ന് നാം അദ്ദേഹത്തെ ആയുർവേദത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഷ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. നൂറ്റാണ്ടുകളായി വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട അറിവുകളെ അദ്ദേഹം ചരകസംഹിത എന്ന മഹത്തായ സംസ്കൃത ഗ്രന്ഥമാക്കി മാറ്റി. 120 അധ്യായങ്ങൾ, 12,000 ശ്ലോകങ്ങൾ, 2000 ഔഷധക്കൂട്ടുകൾ, 500 വ്യാധികൾ. ചരകസംഹിത വെറുമൊരു പുസ്തകം മാത്രമായിരുന്നില്ല, ഒരു സമഗ്ര ശാസ്ത്രത്തിൻ്റെ ജനനമായിരുന്നു അത്. ത്രിദോഷ സിദ്ധാന്തം. ചരകന്റെ വിജ്ഞാനം ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വരുന്നത്? മറ്റുള്ളവർ ഇതിനെ ദുരാത്മാക്കളുമായോ ദുർഭാഗ്യവുമായോ ബന്ധിപ്പിച്ചപ്പോൾ ചരകൻ നോക്കിയത് ശരീരത്തിലെ തുലനാവസ്ഥ അഥവാ ബാലൻസ് ആണ്. ശരീരത്തിലെ 3 ഊർജങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചു. അതാണ് ത്രിദോഷങ്ങൾ. വാദം, കാറ്റിനെ പോലെ ചലനത്തിൻ്റെ ഊർജം. ഇത് നമ്മുടെ ശ്വസനത്തെയും നാഡീവ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നു. പിത്തം, ഉപാപചയത്തിൻ്റെയും ചൂടിൻ്റെയും ഊർജം. ഇത് ദഹനത്തിൻ്റെ രസതന്ത്രമാണ്. കഫം, ശരീരത്തിൻ്റെ ഘടനയും സന്ധികളിലെ വഴക്കവും നിലനിർത്തുന്ന ഊർജം. ആരോഗ്യം എന്നതൊരു നിശ്ചലാവസ്ഥയല്ല, മറിച്ച് അതൊരു നൃത്തമാണെന്ന് ചരകൻ പഠിപ്പിച്ചു. ഈ 3 ഊർജങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആരോഗ്യവാനാകുന്നു. അവയുടെ താളം തെറ്റുമ്പോൾ രോഗം കടന്നുവരുന്നു. ആധുനിക ശാസ്ത്രം ഇന്നിതിനെ നാഡീവ്യവസ്ഥ, ഉപാപചയം, പ്രതിരോധ സംവിധാനം എന്നിങ്ങനെ വിളിക്കുന്നു. നാം പ്രകൃതിയിൽ നിന്ന് വേറിട്ടവരല്ലെന്നും പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതേ മൂലകങ്ങളാലാണ് നമ്മളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു. ജനിതകശാസ്ത്രത്തിൻ്റെ ദീർഘദർശി. ചരകന്റെ പഠനങ്ങളിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം കാലത്തിന് എത്രയോ മുന്നേ അദ്ദേഹം സഞ്ചരിച്ചു എന്നതാണ്. ഗ്രെഗർ മെൻഡൽ ജനിതകശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചരകൻ ബീജത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മാതാപിതാക്കളുടെ ബീജത്തിൻ്റെ ഗുണനിലവാരമാണ് കുട്ടിയുടെ സ്വഭാവത്തെയും വൈകല്യങ്ങളെയും അഥവാ സഹജത്തെ നിർണയിക്കുന്നത് എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. നമ്മുടെ പൂർവികരുടെ ബ്ലൂ പ്രിന്റ് നമ്മൾ ഉള്ളിൽ വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം 2000 വർഷങ്ങൾക്ക് മുൻപേ മനസ്സിലാക്കി. വൈദ്യശാസ്ത്രധർമ്മം. ആത്മാവില്ലാത്ത ശാസ്ത്രം പൊള്ളയാണെന്ന് ചരകൻ അറിയാമായിരുന്നു. ഹിപ്പോക്രാറ്റസിന് മുൻപേ തന്നെ ഒരു വൈദ്യൻ പാലിക്കേണ്ട ധർമ്മസംഹിത അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നു. വൈദ്യൻ ഒരു അറിവിൻ്റെ വിളക്കായിരിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രോഗിയുടെ ജീവിത സാഹചര്യങ്ങൾ, ഭക്ഷണം, കാലാവസ്ഥ, മാനസികാവസ്ഥ എന്നിവയെല്ലാം മനസ്സിലാക്കുന്ന ഒരാളാകണം വൈദ്യൻ. രോഗികളോട് സ്വകാര്യത മാനിക്കണമെന്നും അവരോട് മൃദുവായി സംസാരിക്കണമെന്നും അദ്ദേഹം നിഷ്കർഷിച്ചു. ഹൃദയത്തിൻ്റെ ഘടന. ശരീരഘടനയെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പല്ലുകൾ ഉൾപ്പെടെ മനുഷ്യ ശരീരത്തിൽ 360 അസ്ഥികളുണ്ടെന്ന് അദ്ദേഹം കണക്കാക്കി. ജീവന്റെ കേന്ദ്രം ഹൃദയമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോഷകങ്ങൾ എത്തിക്കുന്ന 13 പ്രധാന ചാനലുകൾ അഥവാ സ്രോതസ്സുകളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. ശരീരത്തെ ഒരു നദിയായും ഹൃദയത്തെ അതിൻ്റെ പ്രഭവ കേന്ദ്രമായും അദ്ദേഹം കണ്ടു. പ്രതിരോധമാണ് പ്രധാനം.
ചരകന്റെ പാരമ്പര്യത്തിൽ നിന്ന് നാം ഒരു കാര്യം മാത്രം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതിതാകട്ടെ: രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ തടയുകയാണ്. അദ്ദേഹം ദിനചര്യ എന്ന ഒരു ജീവിത രീതി വികസിപ്പിച്ചു. വ്യായാമം, ധ്യാനം, ശുചിത്വം, സന്മാർഗിക ജീവിതം എന്നിവയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി. ഇന്ന് നാം സംസാരിക്കുന്ന വെൽനെസ്, ഹോളിസ്റ്റിക് ഹെൽത്ത് എന്നിവയുടെ എല്ലാം അടിത്തറ ഈ സഞ്ചാരി വെട്ടിത്തെളിച്ചതാണ്. ആചാര്യ ചരകൻ ഒരു വൈദ്യൻ മാത്രമായിരുന്നില്ല. ജീവിതമെന്നതൊരു തുലനാവസ്ഥയാണെന്ന് ലോകത്തിന് കാണിച്ചു തന്ന ദീർഘദർശിയായിരുന്നു. സമാപനം: ഭാരതീയ വൈദ്യത്തിൻ്റെ പിതാവ്, അഥവാ പക്ഷേ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തന്നെ. ആധുനിക ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം മറന്നുപോയ ഒരു വലിയ സത്യം ചരകൻ നമുക്ക് നൽകി. ആരോഗ്യമെന്നത് ആശുപത്രികളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ചത് നമ്മുടെ ദിനചര്യയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, നമ്മൾ വളർത്തുന്ന ചിന്തകളിൽ, പ്രകൃതിയോട് ചേർന്ന് നാം പാലിക്കുന്ന താളത്തിൽ, അതിലാണ് ആരോഗ്യം കുടികൊള്ളുന്നത്. അതുകൊണ്ട് ചരകന്റെ ഈ ദർശനം നിങ്ങളുടെ വഴികാട്ടിയാകട്ടെ. ദീപം അണയാൻ തുടങ്ങുമ്പോൾ എണ്ണ തിരഞ്ഞു പോകരുത്. വെളിച്ചമുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ വിളക്കിനെ പരിചരിക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങൾ പ്രാവർത്തികമാക്കുന്ന വിവേകമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മരുന്ന്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ആ സന്ദേശം ഒരിക്കൽ കൂടി ഓർക്കുക: നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ്, എന്നാൽ അതിൻ്റെ ശില്പി നിങ്ങൾ തന്നെയാണ്.